Hi everyone, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് The Day My World Changed എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് മലാല യൂസഫ്സായിൻ്റെ ഒരു മെമ്മോ ആണ്. അപ്പോൾ ഇവിടെ മലാല യൂസഫ്സായി പറഞ്ഞ കുറച്ച് കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇസ് നൈദർ ഈസ്റ്റേൺ നോർ വെസ്റ്റേൺ, ഇറ്റ് ഈസ് ഹ്യൂമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് ഈസ്റ്റേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ അല്ല, അത് ഹ്യൂമൻ കോൺസെപ്റ്റാണ്. അതായത് ഇന്നൊരു രാജ്യത്തു നിന്ന് വന്നു എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. മനുഷ്യർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദി ഓൺലി വേ വി ക്യാൻ ക്രിയേറ്റ് ഗ്ലോബൽ പീസ് ഇസ് ബൈ എഡ്യൂക്കേറ്റിംഗ് അവർ മൈൻഡ്സ്, ഹാർട്ട്സ് ആൻഡ് സോൾസ്. അടുത്തായിട്ട് പറയുന്നത് നമുക്ക് ഗ്ലോബൽ പീസ് ഉണ്ടാക്കുക, അതായത് ലോക സമാധാനം കൈവരിക്കുക, ലോകത്തിൽ മുഴുവൻ സമാധാനത്തോടെ വർത്തിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് എഡ്യൂക്കേറ്റിംഗ് അവർ മൈൻഡ്സ്. നമ്മളുടെ മനസ്സുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹാർട്ട്സ് ആൻഡ് സോൾസ്, മനസ്സുകളെ മാത്രമല്ല നമ്മുടെ ഹാർട്ട്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സോൾസിനെയും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷൻ ഒരാളെ പൂർണ്ണമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നല്ലൊരു വ്യക്തിയായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. വീണ്ടും അതേപോലെ തന്നെ അർത്ഥം വരുന്ന ഒരു കോട്ടാണ്. ഒരു ചൈൽഡ്, ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു ബുക്ക്, ഒരു പെൻ, ഇതിന് ഒരു ലോകത്തെ തന്നെ മാറ്റാനായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ മാറ്റം വരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ദ ഡേ മൈ വേൾഡ് ചേഞ്ച്, എൻ്റെ വേൾഡ്, എൻ്റെ ലോകം മുഴുവനായിട്ട് മാറിയ ദിവസം എന്നാണ് പറയുന്നത്. ഐ കം ഫ്രം എ കൺട്രി വിച്ച് വാസ് ക്രിയേറ്റഡ് അറ്റ് മിഡ് നൈറ്റ്. When I almost died, it was just after midday. പറയുന്നത് ഞാൻ വരുന്നത് മിഡ് നൈറ്റ്, അർദ്ധരാത്രി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യത്ത് നിന്നാണ്. മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ പാകിസ്ഥാനെ കുറിച്ചാണ് പറയുന്നത്. When I almost died, it was just after midday. മിഡ് എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പം when I almost died, it was just after midday. ഞാൻ ആ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ്, മിഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഉച്ച, ഉച്ചയ്ക്ക് ശേഷമുള്ള ജസ്റ്റ് ഉച്ച കഴിഞ്ഞ സമയത്താണ് ഞാൻ ഓൾമോസ്റ്റ് ഡൈഡ്, അതായത് ഞാൻ മരണത്തോട് മല്ലടിച്ചത്. ദാറ്റ് ഡേ ഐ ലെഫ്റ്റ് മൈ ഹോം ഫോർ സ്കൂൾ ആൻഡ് നെവർ റിട്ടേൺ. അന്ന് ആ ദിവസം ഞാൻ സ്കൂളിലേക്ക് പോയി വീട്ടിൽ നിന്ന്, പക്ഷെ ഒരിക്കലും തിരിച്ചു വന്നില്ല. നെവർ റിട്ടേൺ. Now every morning when I open my eyes, I long to see my old room full of my things, my clothes all over the floor and my school prizes on the shelves. ഇപ്പോ ഓരോ ദിവസവും രാവിലെ ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് I long to see my old room full of my things. എനിക്ക് എൻ്റെ പഴയ ആ ഒരു റൂം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത്. എൻ്റെ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ റൂം, എൻ്റെ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രങ്ങളെല്ലാം നിലത്ത് കിടക്കുന്ന ആ റൂം, മൈ സ്കൂൾ പ്രൈസസ്, എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രൈസസ് ഷെൽഫ്സിലെല്ലാം വെച്ചിട്ടുള്ള ആ റൂം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത്. ഇൻസ്റ്റെഡ് ഐ ആം ഇൻ എ കൺട്രി വിച്ച് ഇസ് 5 hours ബിഹൈൻഡ് മൈ ബിലൗഡ് ഹോം ലാൻഡ് ആൻഡ് മൈ ഹോം. പക്ഷെ ഞാൻ ഇപ്പോഴുള്ള രാജ്യം എന്ന് പറയുന്നത് 5 hours ബിഹൈൻഡ് മൈ ബിലൗഡ് ഹോം ലാൻഡ് ആൻഡ് മൈ ഹോം. എൻ്റെ വീടും എൻ്റെ നാടും വെച്ച് നോക്കുമ്പോൾ ഒരു 5 മണിക്കൂർ ടൈം കുറവാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഈ രാജ്യത്തെന്ന് പറയുന്നത്. വെൻ ഐ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വിൻഡോ ആൻഡ് ലുക്ക് ഔട്ട്, ഐ സീ ടോൾ ബിൽഡിങ്സ്. ഞാൻ എൻ്റെ വിൻഡോൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ റൂമിൻ്റെ വിൻഡോൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത്, പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഐ സീ ടോൾ ബിൽഡിങ്സ്, ലോങ് റോഡ്സ് ഫുൾ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഇൻ ഓർഡർലി ലൈൻസ്. ലോങ് ആയിട്ടുള്ള റോഡുകൾ കാണാം, ടോൾ ബിൽഡിങ്സ് കാണാം, പിന്നെ വെഹിക്കിൾസ് ഒക്കെ ആ റോഡുകളിലൂടെ ലൈനിൽ ഓർഡർ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. നീറ്റ് ഗ്രാസ് ഹെഡ്ജസ് ആൻഡ് ലോൺസ്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കുറ്റിച്ചെടി പോലെ ഉണ്ട്, ഷ്രബ്സ് പോലത്തെ ചെറിയ ചെറിയ മരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഫെൻസ് പോലെ. ആൻഡ് ടൈഡി പേയ്മെന്റ്സ് ടു വാക്ക് ഓൺ. പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫുട്പാത്ത്. അപ്പം അതൊക്കെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. എൻ്റെ രാജ്യം, എൻ്റെ ഹോംലാൻഡ് ഒന്നല്ല ഞാൻ കാണുന്നത്. അപ്പം ഈ ഒരു മെമ്മോ എഴുതുന്ന സമയത്ത് മലാല യൂസഫ്സായി ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പം അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ആ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യവും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അവരുടെ നാട്ടിലെ ആ ഒരു റൂം, ആ നാട്ടില് അവരുടെ വീട്, ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർത്തിട്ടാണ് എല്ലാ ദിവസവും എഴുന്നേക്കുന്നത് എന്നാണ് പറയുന്നത്. ഐ ക്ലോസ് മൈ ഐസ് ആൻഡ് ഫോർ എ മൊമെന്റ് ഐ ആം ബാക്ക് ഇൻ മൈ വാലി. ദ ഹൈ സ്നോ ടോപ്പ് മൗണ്ടൻസ്, ഗ്രീൻ വേവിംഗ് ഫീൽഡ്സ്
and fresh blue rivers and my heart smiles. അങ്ങനെ I close my eyes for a moment. ഒരു മൊമെന്റ് എന്ന് പറഞ്ഞ ഒരു നിമിഷത്തേക്ക് ഞാൻ എൻ്റെ കണ്ണടയ്ക്കുന്നു. I am back in my valley. ഞാൻ എൻ്റെ ജന്മനാട്ടിൽ പോവുകയാണ്. ആ വാലി, ആ താഴ്വാരയിലെത്തി. The high snow-topped mountains, green waving fields and fresh blue rivers. അവിടെ എന്തൊക്കെ ഉണ്ട്? മലനിരകളുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ വേവിങ് ഫീൽഡ്സ്, അതായത് പച്ചപ്പ് നിറഞ്ഞ വയലുകളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ബ്ലൂ കളറിലുള്ള ഫ്രഷ് വാട്ടർ ഒഴുകുന്ന റിവേഴ്സ് ഉണ്ട്, നദികളുണ്ട്. ആൻഡ് മൈ ഹാർട്ട് സ്മൈൽസ്. അങ്ങനെ ഞാൻ ഒരു നിമിഷം കണ്ണടച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടുന്നു. അതാണ് മൈ ഹാർട്ട് സ്മൈൽസ് എന്ന് പറയുന്നത്. എനിക്കൊരു സന്തോഷം കിട്ടുന്നു. മൈ മൈൻഡ് ട്രാൻസ്പോർട്ട്സ് മീ ബാക്ക് ടു മൈ സ്കൂൾ ആൻഡ് ദർ ഐ ആം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. എൻ്റെ മനസ്സ് എന്നെ കൊണ്ടുപോവാണ്. ട്രാൻസ്പോർട്ട്സ് മീ എന്ന് പറഞ്ഞാൽ അതാണ്, എന്നെ കൊണ്ടുപോവാണ്. എവിടേക്കാണ്? ബാക്ക് ടു മൈ സ്കൂൾ, എൻ്റെ സ്കൂളിലേക്ക്. ആൻഡ് ദർ ഐ ആം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. അവിടെ ഞാൻ റീയുണൈറ്റ് ചെയ്യപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. ആരെയൊക്കെ? മലാലയുടെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ആ പഴയ സ്കൂളിൽ പോയിട്ട്. ഐ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മൊനിബ ആൻഡ് വി സിറ്റ് ടുഗെദർ ടോക്കിംഗ് ആൻഡ് ജോക്കിംഗ് ആസ് ഇഫ് ഐ ഹാഡ് നെവർ ലെഫ്റ്റ്. പിന്നെ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മൊനീബേനെ കാണുന്നു, അവരൊന്നിച്ചിരിക്കുന്നു, അതുപോലെ സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു. ആസ് ഇഫ് ഐ ഹാഡ് നെവർ ലെഫ്റ്റ്. ഞാൻ ഒരിക്കലും ഈ ഒരു സ്ഥലം വിട്ടു പോയിട്ടില്ല എന്നുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഐ റിമെമ്പർ ഐ ആം ഇൻ ബർമിംഗം, ഇംഗ്ലണ്ട്. പിന്നീടാണ് മലാലയ്ക്ക് ഓർമ്മ വരുന്നത്, ഞാനിപ്പോൾ പാകിസ്ഥാനിലല്ല, എൻ്റെ പഴയ സ്കൂളിലല്ല, ഞാനിപ്പോൾ ബർമിംഗമിലാണ്, ഇംഗ്ലണ്ടിലെ. The day everything changed was a Tuesday, 9 October 2012. അപ്പം മലാലയുടെ ലൈഫ് മുഴുവനായിട്ട് മാറിയ ആ ദിവസം എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആയിരുന്നു. Date 9th October 2012. That morning we arrived in the narrow mud lane of Haji Baba Road in our usual procession of brightly painted rickshaws. അപ്പോൾ അന്ന് രാവിലെ എന്താണ് മലാലയും പിന്നെ മറ്റു കുട്ടികളൊക്കെ എന്താണ് ഈ ഹാജി ബാബ റോഡിന്റെ അടുത്തുള്ള ഒരു മണ്ണിട്ട വഴിയുണ്ട്, അത് കൂടെ അവർ സാധാരണ വരുന്നത് പോലെ തന്നെ ബ്രൈറ്റ് കളറിലുള്ള റിക്ഷകളിൽ വന്നിറങ്ങി. ആ യൂഷ്വൽ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ അവർ സാധാരണ വരുന്ന പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് പതുക്കെ പോകുന്നതിനെയാണ് പ്രൊസഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവർ സാധാരണ വരുന്നത് പോലെ തന്നെ റിക്ഷോയിൽ വന്നിറങ്ങി. ഫോർ us the doorway of the school was like a magical entrance to our own special world. അവരെ സംബന്ധിച്ച് സ്കൂളിലേക്കുള്ള ഡോർവേ, ആ ഗേറ്റ്, ആ വഴി എന്ന് പറയുന്നത് വാസ് ലൈക്ക് എ മാജിക്കൽ എൻട്രൻസ്, ഒരു മാജിക്കൽ വഴി പോലെയായിരുന്നു. ടു അവർ ഓൺ സ്പെഷ്യൽ വേൾഡ്. എവിടേക്ക്? അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ലോകത്തേക്ക്. ദ സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ മൈ ഫാദർ ബിഫോർ ഐ വാസ് ബോൺ. അപ്പോൾ മലാലയുടെ ഫാദറാണ് ഈ ഒരു സ്കൂളിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓൺ ദ വാൾ അബവ് us Khushal School was painted proudly in red and white letters. We went to school 6 mornings a week. ഇവരിങ്ങനെ ഗേറ്റിന്റെ അതിൽ കൂടെ കടക്കാണ്. അവിടെയുള്ള ആ വാളിന്റെ മുകളിലായിട്ട് ഖുഷൽ സ്കൂളിന് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് കളറിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഇവിടെ കാണാം ആ ബോർഡ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവരാണെങ്കിൽ സാധാരണയായിട്ട് ഒരാഴ്ചയിൽ 6 ദിവസം സ്കൂളിലേക്ക് പോകാറുണ്ട്. മൈ ക്ലാസ്സസ് were spent chanting chemical equations, studying Urdu grammar, writing stories with morals in English or drawing diagrams of blood circulation. അപ്പോൾ മലാലയുടെ സ്കൂളിലെ ദിവസങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they were spent chanting chemical equations. ചാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ജപിക്കുക എന്നാണ് ചാൻഡിങ്ങിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ ഇക്വേഷൻസ് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നതിനെയാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല ഉറുദു ഗ്രാമർ പഠിക്കും, അതുപോലെ തന്നെ സ്റ്റോറീസ് എഴുതും ഇംഗ്ലീഷിൽ, അതൊക്കെയാണ്. പിന്നെ എന്താണ് ബ്ലഡ് സർക്കുലേഷന്റെ ഡയഗ്രാം വരയ്ക്കും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിൽ. മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വാണ്ടഡ് ടു ബി ഡോക്ടേഴ്സ്. അപ്പോൾ ഈ ക്ലാസ്സിലെ ഒരുവിധം കുട്ടികളൊക്കെ, മലാലയുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഡോക്ടേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനി വൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെറ്റ്. അപ്പം അത് ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞ ഒരു ഭീഷണി, അത് ഒരു ഭീഷണിയായിട്ട് ആർക്കെങ്കിലും തോന്നും എന്ന് ആലോചിക്കുക തന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തിനാണ് ആർക്കെങ്കിലും ഒരു ഭീഷണിയായിട്ട് തോന്നുന്നത്? ദാറ്റ് മോർണിംഗ് ഹാഡ് ബിഗൺ ലൈക്ക് എനി അതർ ദോ എ ലിറ്റിൽ ലേറ്റർ ദാൻ യൂഷ്വൽ. അപ്പോൾ അന്നത്തെ ദിവസവും രാവിലെ സാധാരണ പോലെ തന്നെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷെ സാധാരണയേക്കാൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ക്ലാസ് ഒക്കെ തുടങ്ങിയത്. ഇറ്റ് വാസ് എക്സാം ടൈം, സോ സ്കൂൾ സ്റ്റാർട്ടഡ് അറ്റ് 9 ഇൻസ്റ്റെഡ് ഓഫ് 8. ആ സമയത്ത് എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണയായിട്ട് 8 മണിക്ക് തുടങ്ങാറുള്ള ക്ലാസ് അന്ന് 9 മണിക്കാണ് തുടങ്ങിയത്.
I slept in the long room at the front of our house. അപ്പോൾ മലാല അവരുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. The only furniture was a bed and a cabinet which I had bought. അപ്പോൾ ആ റൂമിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു ബെഡും ഒരു ക്യാബിനറ്റും മാത്രമാണ്. ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഫ് ഷെൽഫ്, ഡോറുള്ള ഷെൽഫുകളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അലമാരി പോലെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു റൂമിൽ ആകെ ഉണ്ടായിരുന്ന ഫർണിച്ചർ എന്ന് പറയുന്നത് ബെഡും ക്യാബിനറ്റും മാത്രമാണ്, വിച്ച് ഐ ഹാഡ് ബോട്ട്. മലാല വാങ്ങിയതായിരുന്നു. ഐ ഹാഡ് വൺ സം മണി ആസ് എൻ അവാർഡ് ഫോർ ക്യാമ്പയിനിങ് ഫോർ പീസ് ഇൻ അവർ വാലി ആൻഡ് ദ റൈറ്റ് ഫോർ ഗേൾസ് ടു ഗോ ടു സ്കൂൾ. അപ്പം ഇത് വാങ്ങാനുള്ള പൈസ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാല ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അവരുടെ ആ വാലി, അവരുടെ ആ ഏരിയയിൽ പീസിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫോർ ദ റൈറ്റ് ഫോർ ഗേൾസ് ടു ഗോ ടു സ്കൂൾ. എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അവകാശം. അപ്പം ഗേൾസിന് സ്കൂളിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടും ആ പ്രദേശത്തെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയതിന് വേണ്ടിയിട്ട് മലാലയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പൈസയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൺ സം ഷെൽഫ്സ് were all the gold colored plastic cups and trophies I had won for coming first in my class. പിന്നെ അവിടെ ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫിൽ കുറച്ച് ഗോൾഡ് കളേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കപ്സും ട്രോഫീസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടി കിട്ടിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയപ്പോൾ കിട്ടിയതാണ്. ആൻഡ് ദ സ്കൂൾ വാസ് നോട്ട് ഫാർ ഫ്രം മൈ ഹോം ആൻഡ് ഐ യൂസ് ടു വാക്ക്, ബട്ട് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഐ ഹാഡ് ബീൻ ഗോയിങ് വിത്ത് അതർ ഗേൾസ് ഇൻ എ റിക്ഷോ ആൻഡ് കമ്മിങ് ഹോം ബൈ ബസ്. ഇപ്പോൾ സ്കൂളാണെങ്കിൽ മലാലയുടെ വീടിൻ്റെ അവിടുന്ന് അത്ര ദൂരമൊന്നും ആയിരുന്നില്ല. ആൻഡ് ഐ യൂസ് ടു വാക്ക്. സാധാരണയായിട്ട് മുൻപൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ. പക്ഷേ സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഐ ഹാഡ് ബീൻ ഗോയിങ് വിത്ത് അതർ ഗേൾസ്, മറ്റ് പെൺകുട്ടികളോടൊപ്പമാണ് മലാല സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇൻ എ റിക്ഷ ആൻഡ് കമ്മിങ് ഹോം ബൈ ബസ്. അപ്പോൾ പോകുമ്പോൾ റിക്ഷയിൽ പോവും, തിരിച്ചു വരുമ്പോൾ ബസ്സിന് വരും. ഐ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ ബസ് ബിക്കോസ് മൈ മദർ വാസ് സ്കെയർഡ് ബൈ ദ തോട്ട് ഓഫ് മീ വാക്കിംഗ് ഓൺ മൈ ഓൺ. അപ്പം എന്തുകൊണ്ടാണ് ബസ്സിന് പോകാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാലയുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു മലാല ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. സ്കെയർഡ് എന്ന് വെച്ചാൽ എന്താ, പേടിയായിരുന്നു. വി ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെഡ്സ് ഓൾ ഇയർ. അപ്പൊ ഇവർക്ക് ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ വർഷത്തിലുടനീളം ഇവർക്ക് ഒരുപാട് ഭീഷണികൾ വരുമായിരുന്നു. സം ഓഫ് ദീസ് ത്രെഡ്സ് വർ ഫൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്, സം വർ നോട്ട്സ് ഓർ മെസ്സേജസ് പാസ്ഡ് ഓൺ ബൈ പീപ്പിൾ. അപ്പം അത് ചിലതൊക്കെ ന്യൂസ് പേപ്പറിലാണ് വരിക ഭീഷണിയായിട്ട്, പിന്നെ ചിലതൊക്കെ പല ആളുകളിലൂടെ കിട്ടുന്നതാണ്. മൈ മദർ വാസ് വറീഡ് അബൌട്ട് മീ, ബട്ട് ഐ ന്യൂ നോ വൺ ഹാഡ് എവർ കം ഫോർ എ ഗേൾ ആൻഡ് ഐ വാസ് മോർ കൺസേൺ they would target my father as he was always speaking out against them. അപ്പോൾ മലാലയുടെ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നത് മലാലയെ കുറിച്ചിട്ടാണ്. വറീഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ പരിഭ്രമിക്കുക എന്നുള്ളതാണ്, പേടിക്കുക. ബട്ട് ഐ ന്യൂ നോ വൺ ഹാഡ് എവർ കം ഫോർ എ ഗേൾ ആൻഡ് ഐ വാസ് മോർ കൺസേൺ ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ. അപ്പോൾ പക്ഷെ മലാലയ്ക്ക് അതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നില്ല. കാരണം ഇതേവരെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല, അതായത് ഒരു പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ഐ വാസ് മോർ കൺസേൺ ദാറ്റ് ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ. അപ്പോൾ എനിക്ക് കൂടുതൽ ചിന്ത ഉണ്ടായിരുന്നത്, കൺസേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, കുറച്ച് പേടി ഉണ്ടായിരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എൻ്റെ അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നത് ഹാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഉപദ്രവിക്കാനായിട്ട് എന്നുള്ളതാണ്. ആസ് ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് അഗെയിൻസ്റ്റ് ദം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലാലയുടെ അച്ഛൻ എപ്പോഴും അവർക്കെതിരെ സംസാരിക്കുമായിരുന്നു. ഹിസ് ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ ക്യാമ്പയിനർ ഹാഡ് ബീൻ ഷോട്ട് ഡെഡ് ആൻഡ് എവ്രി വൺ വാസ് ടെലിംഗ് മൈ ഫാദർ ടേക്ക് കെയർ യു വിൽ ബി നെക്സ്റ്റ്. അപ്പോൾ മലാലയുടെ ഫാദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഫെലോ ക്യാമ്പയിനർ, ഇവരുടെ ക്യാമ്പയിനിൽ ഭാഗമായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം അവിടെ വെടികൊണ്ട് മരിക്കുകയുണ്ടായി ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ മലാലയുടെ ഫാദറിന്റെ അടുത്ത് മറ്റുള്ളവരൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി, നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അവരുടെ അടുത്ത ഉന്നം നിങ്ങളാണ് എന്നുള്ളത്. ലൈക്ക് മൈ ഫാദർ ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഡേ ഡ്രീമർ. ഡേ ഡ്രീം എന്ന് വെച്ചാൽ ദിവാസ്വപ്നം, അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിനെയല്ല ഉദ്ദേശിക്കുന്നത്. ഡേ ഡ്രീം എന്ന് പറയുമ്പോൾ പകല് സമയത്ത് സ്വപ്നം കാണുന്നതിനെയാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ പോലെ ഞാനും ഒരു ദിവാസ്വപ്നം കാണുന്ന ആളായിരുന്നു. സം ടൈംസ് ഐ വുഡ് ഇമാജിൻ ദാറ്റ് ഓൺ ദ വേ ഹോം ആൻഡ് ആം മാൻ മൈ ജംപ് ഔട്ട് ആൻഡ് ഷൂട്ട് മീ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഐ വുഡ് ഇമാജിൻ, ഞാൻ ഇമാജിൻ ചെയ്യും, ഞാൻ സങ്കല്പിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ ഹോം, ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത്, ആൻഡ് ആംഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധം ഏന്തിയിട്ടുള്ള ഒരാൾ, മൈ ജംപ് ഔട്ട് ആൻഡ് ഷൂട്ട് മീ, ചാടി വന്നിട്ട് എന്നെ ഷൂട്ട് ചെയ്യുമായിരിക്കും, എന്നെ വെടിവെക്കുമായിരിക്കും എന്ന് പലപ്പോഴും ഞാൻ സങ്കല്പിക്കാറുണ്ട്. ഐ വണ്ടേർഡ് വാട്ട് ഐ വുഡ് ഡു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളത്. മേ ബി ഐ വുഡ് ടേക്ക് ഓഫ് മൈ ഷൂസ് ആൻഡ് ഹിറ്റ് ഹിം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഷൂസ്
ഊരിയിട്ട് അയാൾ അടിക്കുമായിരിക്കും. ബട്ട് ദെൻ ഐ വുഡ് തിങ്ക് ഇഫ് ഐ ഡിഡ് ദാറ്റ് ദർ വുഡ് ബി നോ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ മാൻ. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഇഫ് ഐ ഡിഡ് ദാറ്റ്, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദർ വുഡ് ബി നോ ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല ആരൊക്കെ തമ്മിൽ, ഞാനും ആ എന്നെ കൊല്ലാൻ വന്ന മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ഷൂ കൂരി അയാൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു പ്ലീഡ്, ഓക്കെ ഷൂട്ട് മീ ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ. അപ്പോൾ മലാല പറയാണ് ചിലപ്പോൾ, എന്നിട്ട് ഞാൻ ആലോചിക്കും എന്തായിരിക്കും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കുക, എന്നെ ഷൂട്ട് ചെയ്തോളൂ, പക്ഷെ ആദ്യം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ശ്രദ്ധിക്കുക, കേൾക്കുക. വാട്ട് യു ആർ ഡൂയിങ് ഇസ് റോങ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം റോങ് ആണ്, തെറ്റാണ്. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് യു പേഴ്സണലി, ഐ ജസ്റ്റ് വാണ്ട് എവറി ഗേൾ ടു ഗോ ടു സ്കൂൾ. ഞാൻ നിങ്ങൾക്ക് എതിരല്ല, പേഴ്സണലി വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് എതിരല്ല, പക്ഷെ ഐ ജസ്റ്റ് വാണ്ട് എവറി ഗേൾ ടു ഗോ ടു സ്കൂൾ. എന്താണ്, എല്ലാ പെൺകുട്ടികളും സ്കൂളിലോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഐ വാസൻ സ്കെയർഡ് ബട്ട് ഐ ഹാഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഷുവർ ദ ഗേറ്റ് വാസ് ലോക്ക്ഡ് അറ്റ് നൈറ്റ്. മലാലയ്ക്ക് അത്ര പേടിയായിട്ടൊന്നല്ല, പക്ഷേ മലാല ഒരു കാര്യം ഉറപ്പുവരുത്തുമായിരുന്നു. മേക്ക് ഷുവർ എന്ന് വെച്ചാൽ എന്താണ്, ഉറപ്പുവരുത്തുമായിരുന്നു. ദ ഗേറ്റ് വാസ് ലോക്ക്ഡ് അറ്റ് നൈറ്റ്, ഗേറ്റ് രാത്രി ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഉറപ്പുവരുത്തിയിട്ടാണ് കിടക്കാറുള്ളൂ. ഐ ടോൾഡ് മുനീബ എവറിഥിങ്. ഹെർ ഡ്രീം വാസ് ടു ബി എ ഫാഷൻ ഡിസൈനർ, ഓൾദോ ഷീ ന്യൂ ഹെർ ഫാമിലി വുഡ് നെവർ അഗ്രി ടു ഇറ്റ്. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ മലാല മൊനീബേന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. മൊനീബയുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളതാണ്. ഓൾദോ ഷീ ന്യൂ ഹെർ ഫാമിലി വുഡ് നെവർ അഗ്രി ടു ഇറ്റ്. അവരുടെ ഫാമിലി, മൊനീബയുടെ ഫാമിലി ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് അറിഞ്ഞിട്ടും മൊനീബ ആഗ്രഹിച്ചിരുന്നത് ഒരു ഫാഷൻ ഡിസൈനർ ആവാനായിരുന്നു. സോ ഷീ ടോൾഡ് എവ്രിവൺ ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു എന്താണ്, എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം എന്ന്. ഐ നെവർ ഹിഡ് മൈ ഡിസയർ വെൻ ഐ ചേഞ്ച് ഫ്രം വാണ്ടിങ് ടു ബി എ ഡോക്ടർ ടു ഡ്രീമിംഗ് ഓഫ് ബീയിങ് ആൻ ഇൻവെന്റർ ഓർ എ പൊളിറ്റീഷ്യൻ. അപ്പോൾ മൊനീബയുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഫാഷൻ ഡിസൈനർ ആവണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആവണം എന്ന് മൊനീബ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മലാലയുടെ കേസ് ഡിഫറെന്റ് ആണ്. മലാലയുടെ ഡിസയർ എന്ന് വെച്ചാൽ ആഗ്രഹം ഒരിക്കലും എന്താണ് മറച്ചു വെച്ചിട്ടില്ല. ആദ്യം ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം, എന്നിട്ട് പിന്നീട് ഒരു ഇൻവെന്റർ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നു. അത് പാരന്റ്സിനും അറിയാം. ഇൻവെന്റർ എന്ന് പറയുമ്പോൾ ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരണം എന്നുള്ളതായിരുന്നു. When our bus was called, we ran down the steps. I remember that inside the bus it was hot and sticky. അങ്ങനെ ഇവരുടെ ബസ്സൊക്കെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവര് താഴേക്ക് ഓടി വന്നു. എന്നിട്ട് ഇപ്പോഴും മലാലയ്ക്ക് ഓർമ്മയുണ്ട്, അന്ന് ബസ്സിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു, അങ്ങനെ ആകെ ഒട്ടിയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഐ റിമെമ്പർ ദാറ്റ് ദ ബസ് ടേൺ റൈറ്റ് ഓഫ് ദ മെയിൻ റോഡ് അറ്റ് ദ ആർമി ചെക്ക് പോയിന്റ്. ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. ഐ റിമെമ്പർ, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ ബസ് മെയിൻ റോഡിൽ ആർമി ചെക്ക് പോയിന്റ് അവിടുന്ന് റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ്, മൈ ഫാദർ ഇസ് ഓൾസോ ഇൻ ദ ബസ് ആൻഡ് ഹീ ഇസ് ഷോട്ട് വിത്ത് മീ ആൻഡ് ദെൻ ദർ ആർ മെൻ എവ്രിവെയർ ആൻഡ് ഐ ആം സെർച്ചിങ് ഫോർ മൈ ഫാദർ. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ്, ഇങ്ങനെ വെടിവെപ്പൊക്കെ ഉണ്ടാവുന്ന ആ സ്വപ്നങ്ങളിൽ, മൈ ഫാദർ ഇസ് ഓൾസോ ഇൻ ദ ബസ്, എൻ്റെ അച്ഛനും ബസ്സിലുണ്ട്, ആൻഡ് ഹീ ഇസ് ഷോട്ട് വിത്ത് മീ, എന്നോടൊപ്പം അച്ഛനും വെടിയേൽക്കുന്നുണ്ട്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ വെടിവെക്കുക, ഷോട്ട് എന്ന് പറഞ്ഞാൽ വെടിയേറ്റു എന്നാണ്. ആൻഡ് ദെൻ ദർ ആർ മെൻ എവ്രിവെയർ, അങ്ങനെ അവിടെ ഒരുപാട് പുരുഷന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ഐ ആം സെർച്ചിങ് ഫോർ മൈ ഫാദർ, ഞാൻ എൻ്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ റിയാലിറ്റി വാട്ട് ഹാപ്പൻ വാസ് വി സഡൻലി സ്റ്റോപ്ഡ്. We must have been less than 200 meters from the checkpoint. അപ്പോൾ അന്ന് സത്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വണ്ടി നിർത്തി. വി മസ്റ്റ് ഹാവ് ബീൻ ലെസ് ദാൻ 200 meters ഫ്രം ദ ചെക്ക് പോയിന്റ്. ആ ചെക്ക് പോയിന്റിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരത്തിലാണ് ഉണ്ടായിരുന്നത്. വി കുഡന്റ് സീ ഇൻ ഫ്രണ്ട് ബട്ട് എ യങ് ബിയർഡഡ് മാൻ ഇൻ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഹാഡ് സ്റ്റെപ്ഡ് ഇൻ ടു ദ റോഡ് ആൻഡ് വേവ് ദ വാൻ ഡൗൺ. മുന്നോട്ടുള്ള കാഴ്ച മലാലയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് എ യങ് ബിയർഡഡ് മാൻ ഇൻ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ്, ഒരു യങ് ആയിട്ടുള്ള ഒരു ബിയർഡഡ് മാൻ, താടി വെച്ചിട്ടുള്ള ഒരാള് ലൈറ്റ് കളേർഡ് ക്ലോത്ത്സിൽ, ലൈറ്റ് കളറുള്ള വസ്ത്രങ്ങളായിരുന്നു അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഹാഡ് സ്റ്റെപ്ഡ് ഇൻ ടു ദ റോഡ്, ആ റോട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് വേവ് ദ വാൻ ഡൗൺ, കൈ കാണിച്ചിട്ട് വാൻ നിർത്തിച്ചു. ഈസ് ദിസ് ഖുഷാൽ സ്കൂൾ ബസ്, ഇത് ഖുഷാൽ സ്കൂൾ ബസ് ആണോ? ഹി ആസ്ക്ഡ് അവർ ഡ്രൈവർ, ഡ്രൈവറിനോട് ചോദിച്ചു. Usman Baijan, the driver of our bus, thought this was a stupid question as the name was painted on the side. അപ്പോൾ ഇവരുടെ
ബസ് ഡ്രൈവറുടെ പേര് ഉസ്മാൻ എന്നായിരുന്നു. ഇവർ വിളിച്ചുകൊണ്ടിരുന്നത് ഉസ്മാൻ ബൈജാൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതെന്തൊരു പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന്. കാരണം ഒരു മണ്ടത്തരം ചോദിക്കുന്ന പോലെ. കാരണം എന്താ വെച്ചാൽ ബസ്സിന്റെ സൈഡിലൊക്കെ ആ പേര് അത്രയും വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്, സ്കൂളിന്റെ പേര്. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഇത് ഇന്ന സ്കൂളിന്റെ ബസ്സാണോ എന്ന് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഇതിലാണ് ഉസ്മാൻ ബൈജാൻ ഇരിക്കുന്നത്. യെസ് ഹി സെഡ്, അതെ എന്ന് പറഞ്ഞു. ഐ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് സം ചിൽഡ്രൻ സെഡ് ദ മാൻ. അപ്പോൾ ഈ വ്യക്തി പറയാണ് എനിക്ക് കുറച്ച് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളത്. യു ഷുഡ് ഗോ ടു ദി ഓഫീസ് സെഡ് ദ ഡ്രൈവർ. അപ്പൊ ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ ഓഫീസിലേക്ക് പോയി അന്വേഷിച്ചോളൂ എന്ന് പറയാണ്. ആസ് ഹി വാസ് സ്പീക്കിംഗ് അനദർ യങ് മാൻ ഇൻ വൈറ്റ് അപ്രോച്ച് ദ ബാക്ക് ഓഫ് ദ വാൻ. അങ്ങനെ ഈ വ്യക്തി ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തി ഈ വാന്റെ പുറകിൽ വന്നിട്ട് നിൽക്കുകയാണ്. ലുക്ക്, ഇറ്റ്സ് വൺ ഓഫ് ദോസ് ജേർണലിസ്റ്റ് കമ്മിങ് ടു ആസ്ക് ഫോർ എൻ ഇന്റർവ്യൂ സെഡ് മൊനീബ. അപ്പൊ മൊനീബ ഈ വാന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറയാണ്, നോക്ക് അതൊരു ജേർണലിസ്റ്റ് ആണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് മൊനീബ പറയാണ്. സിൻസ് ഐ ഹാഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അറ്റ് ഇവന്റ്സ് വിത്ത് മൈ ഫാദർ ടു ക്യാമ്പയിൻ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, ജേർണലിസ്റ്റ് ഓഫൻ കെയിം, ഈവൻ ഫോറിനേഴ്സ്, ദോ നോട്ട് ലൈക്ക് ദിസ് ഇൻ ദ റോഡ്. അപ്പൊ മൊനീബ വിചാരിച്ചത് മലാലയ്ക്ക് ഇപ്പൊ ഒരു സെലിബ്രിറ്റീനെ പോലത്തെ സ്റ്റേറ്റസ് ആണ് അവിടെ ഉള്ളത്, അവരുടെ പ്രദേശത്ത് ഉള്ളത്. അപ്പം മലാലയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒപ്പം ഈ ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന് ഒക്കെ ഇങ്ങനെ പോവുകയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ജേർണലിസ്റ്റുകൾ മലാലേനെ കാണാനായിട്ട് വരാറുണ്ട്. ഈവൻ ഫോറിനേഴ്സ്, പുറത്തുനിന്നുള്ള ആളുകളും വരാറുണ്ട്, പാകിസ്ഥാനത്തെ ആൾക്കാർ മാത്രമല്ല. ദോ നോട്ട് ലൈക്ക് ദിസ് ഇൻ ദ റോഡ്, ഇതുപോലെ നടു റോഡിൽ വെച്ചിട്ടൊന്നുമല്ല വരാറുള്ളത്. ദ മാൻ വാസ് വെയറിംഗ് എ പീക്ഡ് ക്യാപ്പ് ആൻഡ് ഹാഡ് എ ഹാൻഡ് കർച്ചീഫ് ടു കവർ ഹിസ് നോസ് ആൻഡ് മൗത്ത്. ഹി ലുക്ക് ലൈക്ക് എ കോളേജ് സ്റ്റുഡന്റ്. അപ്പോൾ ഈ ഒരു വ്യക്തിനെ കണ്ട സമയത്ത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെന്നാണ് തോന്നിയത്. ഒരു പീക്ഡ് ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് ആ വ്യക്തിയുടെ മൂക്കും വായൊക്കെ പൊത്തിയിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ലുക്ക് ലൈക്ക് എ കോളേജ് സ്റ്റുഡന്റ്, കോളേജ് സ്റ്റുഡന്റിനെ പോലെയാണ് തോന്നിയത്. ആൻഡ് ഹി സ്വങ് ഹിംസെൽഫ് ഓൺ ടു ദ ടെയിൽ ബോർഡ് അറ്റ് ദ ബാക്ക് ആൻഡ് ലീൻഡ് ഇൻ റൈറ്റ് ഓവർ us. ഈ വാന്റെ പുറകിൽ ടെയിൽ ബോർഡ് ഉണ്ട്, ആ ടെയിൽ ബോർഡിൽ ഇയാള് വേഗം ചാടി കയറി അങ്ങോട്ട് ഇരുന്നു. ആൻഡ് അറ്റ് ദ ബാക്ക് ആൻഡ് ലീൻഡ് ഇൻ റൈറ്റ് ഓവർ us. ഹു ഇസ് മലാല, ഹി ഡിമാൻഡഡ്. അപ്പൊ അതിൽ കൂടെ അങ്ങനെ ഈ പിള്ളേർ ഇരിക്കുന്ന സ്ഥലത്ത്, കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്, ചാടി വരികയാണ്. ഹു ഇസ് മലാല, ഹി ഡിമാൻഡഡ്. എന്നിട്ട് ചോദിച്ചു ആരാണ് ഇതിൽ മലാല എന്ന്. നോ വൺ സെഡ് എനിത്തിങ് ബട്ട് സെവറൽ ഓഫ് ദ ഗേൾസ് ലുക്ക്ഡ് അറ്റ് മീ. ഐ വാസ് ദ ഓൺലി ഗേൾ വിത്ത് മൈ ഫേസ് നോട്ട് കവേർഡ്. അപ്പോൾ മറ്റുള്ളവരാരും ഒന്നും പറഞ്ഞില്ല, പക്ഷെ സെവറൽ ഗേൾസ്, കുറച്ച് ഗേൾസ്, ഒരുപാട് ഗേൾസ് എന്ത് ചെയ്തു, ലുക്ക്ഡ് അറ്റ് മീ, മലാലേനെ നോക്കിയവര്. ഐ വാസ് ദ ഓൺലി ഗേൾ വിത്ത് മൈ ഫേസ് നോട്ട് കവേർഡ്. അപ്പൊ ആ കൂട്ടത്തില് ഫേസ് കവർ ചെയ്യാതെ ഉള്ള ഒരു പെൺകുട്ടി മലാല മാത്രമായിരുന്നു. That's when he lifted up a black pistol. Some of the girls screamed. ആ സമയത്താണ് അയാൾ ആ ബ്ലാക്ക് പിസ്റ്റൽ എടുത്തത്, ആ തോക്കെടുത്തത്. എന്നിട്ട് ആ സമയത്ത് കുറച്ച് പെൺകുട്ടികൾ they screamed, അവര് അലറി. മൊനീബ tells me I squeezed her hand. മൊനീബ പറഞ്ഞത് ഞാൻ അവളുടെ കൈയെ സ്ക്വീസ് ചെയ്തു, ഇങ്ങനെ അമർത്തി എന്നാണ് പറയുന്നത്. മൊനീബയുടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് അമർത്തി എന്നാണ് പറയുന്നത്. My friends say he fired 3 shots, one after another. അപ്പോ കൂട്ടുകാരൻ മലാലയോട് പറഞ്ഞത് അയാള് 3 പ്രാവശ്യം മലാലേനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്, ഒന്നൊന്നായിട്ട്. അപ്പോൾ 3 ബുള്ളറ്റ്സ് ആണ് മലാലയ്ക്ക് നേരെ ആ പിസ്റ്റളിൽ നിന്ന് അയാള് ഉതിർത്തത്. The first went through my left eye socket and out under my left shoulder. The other 2 bullets hit the girls next to me. അപ്പോൾ അയാൾ 3 പ്രാവശ്യം വെടിവെച്ചു, പക്ഷെ ഒറ്റ ഒരു വെടിയാണ് മലാലയ്ക്ക് കൊണ്ടുള്ളൂ. അത് ലെഫ്റ്റ് ഐ സോക്കറ്റിലൂടെ കടന്നു പോയിട്ട് ലെഫ്റ്റ് ഷോൾഡർ കൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്തത് ആ ബുള്ളറ്റ്. മറ്റ് 2 ബുള്ളറ്റ്സ് മലാലയുടെ അടുത്തുള്ള 2 പെൺകുട്ടികൾക്കാണ് കൊണ്ടത്. മൈ ഫ്രണ്ട്സ് ലേറ്റർ ടോൾഡ് മീ ദാറ്റ് ദ ഗൺമാൻസ് ഹാൻഡ് വാസ് ഷേക്കിംഗ് ആസ് ഹി ഫയർഡ്. ബൈ ദ ടൈം വി ഗോട്ട് ടു ദ ഹോസ്പിറ്റൽ മൈ ലോങ് ഹെയർ ആൻഡ് മൊനീബാസ് ലാപ്സ് വർ ഫുൾ ഓഫ് ബ്ലഡ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം മലാലയുടെ ഫ്രണ്ട്സ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗൺമാന്റെ കൈ വാസ് ഷേക്കിംഗ്, വിറയ്ക്കുന്നുണ്ടായിരുന്നു ഫയർ ചെയ്യുന്ന സമയത്ത്. ബൈ ദ ടൈം വി ഗോട്ട് ടു ദ ഹോസ്പിറ്റൽ, ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴത്തേക്കും മൈ ലോങ് ഹെയർ, എൻ്റെ നീളമുള്ള ആ മുടിയും, ആൻഡ് മൊനീബാസ് ലാപ്പ് വർ ഫുൾ ഓഫ് ബ്ലഡ്, മൊനീബയുടെ മടിത്തട്ടും ഫുള്ള് ബ്ലഡ് ആയിരുന്നു. ഹു ഇസ് മലാല? ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി.
ആരാണ് മലാല? ഞാനാണ് മലാല, ഇതെന്റെ സ്റ്റോറിയാണെന്നാണ് പറയുന്നത്. അപ്പം മലാല മുൻപേ തൊട്ടേ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗേൾസിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതിനും അതിന്റെ ആക്ടിവിസത്തിനൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പയിൻസ് കാര്യങ്ങൾ നടത്താറുണ്ട് അച്ഛനോടൊപ്പം തന്നെ. അപ്പം ഇത് കുറെയൊക്കെ ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് തന്നെയായിരുന്നു ഇവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ മലാല ഒരിക്കലും തനിക്കെതിരെ അറ്റാക്ക് ഉണ്ടാവും എന്നല്ല പ്രതീക്ഷിച്ചത്, തന്റെ അച്ഛനെയാണ് ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അന്ന് മലാലയെ അവർ അറ്റാക്ക് ചെയ്തു. ഇത് നടക്കുന്നപ്പോൾ അതൊരു കഥ പോലെ ഇതിൽ എഴുതിയിരിക്കുകയാണെന്ന് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ മലാലയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മലാല യൂസഫ്സായി 1997 ജനിച്ചത്. ഇസ് ദ യങ്ങസ്റ്റ് നൊബേൽ പ്രൈസ് ലോറേറ്റ് ആൻഡ് ആൻ ആക്ടിവിസ്റ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. യങ്ങസ്റ്റ് ആയിട്ടുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. ബോൺ ഇൻ മിങ്ങോറ, സ്വാറ്റ് വാലി, ഷീ ഗെയിൻ ഗ്ലോബൽ അറ്റൻഷൻ വെൻ ഷീ സർവൈവ് ദ അറ്റാക്ക് ഇൻ 2012 ഈ ഒരു അറ്റാക്ക് സർവൈവ് ചെയ്ത സമയത്താണ് ലോകം മുഴുവൻ മലാലയെ കുറിച്ച് അറിഞ്ഞത്. മലാലാസ് ആക്ടിവിസം ബിഗാൻ അറ്റ് ഏജ് 11 when she wrote a blog under a pseudonym. Her autobiography, I Am Malala, the Girl Who Stood Up for Education, written in collaboration with Christina Lamb, chronicles her journey and her fight for the right to education. അപ്പോൾ മലാല ഈ ആക്ടിവിസം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു 11 വയസ്സുള്ള സമയത്താണ്. ആ സമയത്ത് മലാല ഒരു സ്യൂഡോണിം എന്ന് പറഞ്ഞ മലാലയുടെ ശരിക്കുള്ള പേരല്ല, വേറൊരു പേര് വെച്ചിട്ട് ബ്ലോഗൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഹെർ ഓട്ടോബയോഗ്രഫി, മലാലയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഐ ആം മലാല, ദ ഗേൾ ഹു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. റിട്ടൺ ഇൻ കൊളാബറേഷൻ വിത്ത് ക്രിസ്റ്റീന ലാംബ്. ഇത് ക്രിസ്റ്റീന ലാംബുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഈ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. ക്രോണിക്കിൾസ് ഹെർ ജേർണി ആൻഡ് ഹെർ ഫൈറ്റ് ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത് മലാലയുടെ ജേർണി, ഇവിടം വരെ പോയി നോബൽ പ്രൈസ് കിട്ടിയതും അതിന് മുൻപായിട്ടുള്ള ഈ അറ്റാക്ക് സർവൈവ് ചെയ്തതും എന്തുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ മലാലനെ അറ്റാക്ക് ചെയ്തത് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് ആണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മലാലയുടെ ഈ ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റിനെ കുറിച്ചുമൊക്കെയാണ് ആ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്രിസ്റ്റീന ലാംബ് ആരാണെന്നും കൂടി നമുക്ക് നോക്കാം. 1965 ജനിച്ച ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആൻഡ് ഓഥർ ആണ്. ഹൂ ഇസ് ദ ചീഫ് ഫോറിൻ കറസ്പോണ്ടന്റ് ഓഫ് ദ സൺഡേ ടൈംസ്. സൺഡേ ടൈംസിന്റെ ചീഫ് ഫോറിൻ കറസ്പോണ്ടന്റ് ആണ് ക്രിസ്റ്റീന ലാംബ് എന്ന് പറയുന്നത്. ഷീ ഹാസ് വൺ ന്യൂമറസ് അവാർഡ്സ് ഫോർ വാർ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്രിസ്റ്റീന ലാംബ് വഴി മലാലയുടെ സ്റ്റോറി ആളുകളിലേക്ക് എത്താനായിട്ട് സഹായിച്ചു. അതാണ് ക്രിസ്റ്റീന ലാംബിനെയും കൂടെ ഇവിടെ പരാമർശിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.